ഒരു കൊല്ലമെന്ന് പറയുന്നത് 12 മാസമാണ്. അല്ലാഹു തആല ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അങ്ങനെയാണ് എന്ന് റബ്ബ് പറഞ്ഞത്. അതേതെങ്കിലും മനുഷ്യന്മാർ കണക്കാക്കി ഉണ്ടാക്കിയതല്ല, അന്ന് തന്നെ അങ്ങനെയാണെന്നാണ് അല്ലാഹു തആല. എന്നിട്ട് പറയാണ് മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പ്രത്യേകമായ പവിത്രതയുള്ള യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. ദാലികദ്ദീനുൽ ഖയ്യിം, അതാണ് യഥാർത്ഥ സത്യസന്ധമായ ദീൻ. ദാലികദ്ദീനുൽ ഖയ്യിം, അതാണ് ദീനു ഇബ്രാഹിം ഇസ്മായിൽ. ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലൈഹിസ്സലാമും പഠിപ്പിച്ച ദീനിന്റെ അടിത്തറ അങ്ങനെയാണ് എന്ന് ഖുർആൻ. അങ്ങനെ 12 മാസമാണ്, അതിൽ 4 മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. ഇതിനങ്ങനെ പറഞ്ഞു കൊടുത്താൽ അറിയോ? ഒരു കൊല്ലം 12 മാസമാണെന്ന് അറബിക്ക് ഒരു പണി ഉണ്ടായിരുന്നു. പണ്ട് മുതലേ ഇങ്ങനെ വരിക. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഴി എങ്ങനെയാണ്? ഒരു കൊല്ലം 12 മാസം, അതിൽ 4 മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമായിരുന്നു. അതേതൊക്കെയാണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ഫീ ഖുത്ബത്തി യൗമിൻ നഹർ ഫീ ഹജ്ജത്തുൽ വദാഇ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം ജീവിതത്തിന്റെ സായം സന്ധിയോട് ചേർന്നാണല്ലോ ഹജ്ജ് ചെയ്തത്. ആ ഹജ്ജിനാണ് ഹജ്ജത്തുൽ വദാ എന്ന് പറയാറുള്ളത്. ആ ഹജ്ജിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9 അറഫ വെള്ളിയാഴ്ചയായിരുന്നു. അന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ലോകപ്രസിദ്ധമായ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം യൗമുൻ നഹർ, പെരുന്നാളിന്റെ ദിവസം എന്നാണ് നമ്മൾ അതിന് പറയാറുള്ളത്. അത് ശനിയാഴ്ചയായിരുന്നു. ആ ശനിയാഴ്ച പുണ്യ നബി സ്വഹാബികളോട് ഇങ്ങനെ പ്രഭാഷണം നടത്തി. അലാ സ്വഹാബ, നിങ്ങൾ അറിയണം, ഇന്നസ്സമാന ഖദ് ഇസ്തദാറക ഹൈഅതി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അലാ സ്വഹാബ, നിങ്ങൾ അറിയണം, ഇന്നസ്സമാന, നിശ്ചയമായും കാലം, ഖദ് ഇസ്തദാറ, കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുന്നു. യൗമ ഖദ് ഇസ്തദാറക ഹൈഅതിഹി, അതെങ്ങനെയാണോ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് കാലം എങ്ങനെയാണോ അതേപോലെ കാലം കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുന്നു സ്വഹാബ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ റസൂൽ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ കാലം എങ്ങനെയായിരുന്നു അതേപോലെ കാലം കറങ്ങി തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടക്കൊക്കെ ചില പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഉണ്ട്. എന്തായിരുന്നു? ഖുർആൻ പറഞ്ഞല്ലോ 4 മാസം അല്ലാഹു യുദ്ധം ഹറാമാക്കിയെന്ന്. അതൊന്ന് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതേപോലെ റജബ്, ഈ 4 മാസം. 3 മാസം ഒന്നിച്ചാണ്. സലാസത്തുൻ മുതവാലിയ, 3 മാസം ഒന്നിച്ചാണ്. ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറമും ഒന്നിച്ചാണ്. അതെന്തിനാ അറിയുന്നത്? അറബികൾ ഭയങ്കര യുദ്ധക്കൊതിയന്മാരാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളും. ഹജ്ജ് പണ്ടേ ഉണ്ടല്ലോ. ഇപ്പൊ പരിശുദ്ധ മക്കയിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയില്ല. വരുന്ന വഴിക്ക് യുദ്ധമോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വരാൻ അവർക്ക് പേടിയാണ്. അപ്പൊ അല്ലാഹു തആല ഇന്ന് 3 മാസം തുടർച്ചയായും റജബും അല്ലാഹു തആല യുദ്ധം നിഷിദ്ധമാക്കി. യുദ്ധം ചെയ്യാൻ പാടില്ല. അപ്പൊ ആളുകൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കവേ ദുൽഖഅദ പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കൂല. യുദ്ധം തീർന്നാലും ഇല്ലല്ലോ, അവസാനിപ്പിച്ചിട്ട് അവർ വിശ്രമിക്കും. ആളുകൾക്ക് സമാധാനത്തോടെ മക്കയിലേക്ക് കടന്നു വരാം. ഇതായിരുന്നു പഴയ കാലത്തെ നിയമം. ദാലികദ്ദീനുൽ ഖയ്യിം. ഖുർആൻ പറയാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ദീൻ എങ്ങനെയാണ് എന്ന ഖുർആൻ. അതാണ് യഥാർത്ഥമായ ദീൻ എന്ന് വിശുദ്ധ ഖുർആൻ. എന്നാ അറബികൾ എന്ത് ചെയ്തു പറയുക? കാലക്രമേണ അറബികൾ ഭയങ്കര യുദ്ധക്കൊതിയന്മാരാണ് പലരും. ചെറിയ ചെറിയ കാര്യത്തിന് ഒരൊട്ടകം മറ്റൊരുത്തന്റെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിന് 40 കൊല്ലം നിരന്തരമായി യുദ്ധം ചെയ്തവരാണ് അറബികൾ. ഭയങ്കര യുദ്ധപ്രേമികളാണ് ഇവർ. ഇവരെന്ത് ചെയ്തു വെച്ചാൽ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് മാസം, ഈ യുദ്ധം ഹറാമായ മാസം വരുന്നതെന്ന് വിചാരിക്കുക. ദുൽഖഅദ കടന്നു വരുന്നു, അല്ലെങ്കിൽ റജബ് കടന്നു വരുന്നു. യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയം ഇവർക്ക് ആ യുദ്ധത്തോടുള്ള ഈ താല്പര്യം കൊണ്ട് ഇവർക്ക് നിർത്തിവെക്കാൻ കഴിയില്ല. അപ്പൊ ഇവരെന്ത് പറയുന്നറിയോ? ഈ കൊല്ലത്തെ റജബ് നമ്മൾ 1 മാസം നീട്ടി വെച്ചിട്ടുണ്ട്. ഈ കൊല്ലത്തെ റജബ്, ഈ കൊല്ലത്തെ
റജബ് നമ്മൾ ശഅബാനിലാണ് ആചരിക്കാൻ പോകുന്നത്. എന്നിട്ട് യുദ്ധം ചെയ്യും, ജയിക്കണത് വരെ യുദ്ധം ചെയ്യും. എന്നിട്ട് പിന്നെ ഈ റജബിന് പകരം വേറൊരു മാസത്തെ അവർ യുദ്ധം ഹറാമായ മാസമാക്കി കണക്കാക്കും. അപ്പൊ അള്ളാഹു നിശ്ചയിച്ചതിനെ മാറ്റിമറിച്ചവർ ഒന്നുകിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുമെന്നറിയും? അല്ലെങ്കിൽ ഇവർ പറയും, ഇപ്പൊ ഇത് നിങ്ങൾ ജമാദുൽ ആഖിറായി തന്നെ ഉഖ്റയായി തന്നെ മനസ്സിലാക്കണം, റജബ് ഞാൻ അടുത്ത മാസമായിട്ട് മനസ്സിലാക്കണം. ഈ കൊല്ലം 12 മാസമല്ല 13 മാസമെന്ന് പറയും. ഈ കൊല്ലം 12 മാസമല്ല 13 മാസമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഇവർക്കിടയിൽ വേറൊരു പണിയുണ്ടായിരുന്നു. ഇംഗ്ലീഷ് മാസവും അറബി മാസവും തമ്മിൽ എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്ര വർഷപ്രകാരമുള്ള വർഷവും ചന്ദ്രന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷവും തമ്മിൽ 11 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഇല്ലേ? 11 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് കലണ്ടറിൽ നോക്കിയാൽ കാണാം സൂര്യന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷം 365. ചന്ദ്രസഞ്ചാര വർഷപ്രകാരം ചന്ദ്രന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷം 354. 11 ദിവസത്തെ കുറവാണ്. അപ്പൊ ഏകദേശം 34 കൊല്ലമാകുമ്പോ സൂര്യസഞ്ചാര പ്രകാരമുള്ള വർഷം 34 ആണെങ്കിൽ ചന്ദ്രവർഷപ്രകാരം അത് 35 കൊല്ലമായിട്ടുണ്ടാകും. 1 കൊല്ലം അധികമായിരിക്കും. അപ്പൊ ഇവർക്കതൊരു പ്രയാസമായി. എന്താ പ്രയാസം എന്നറിയങ്ങളെ? ഇവർക്കൊരു പ്രയാസം, ഈ ചന്ദ്രന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷം ദിവസം കുറവാണല്ലോ. അപ്പൊ ഈ ഹജ്ജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ശക്തമായ തണുപ്പിലാവും, ചിലപ്പോൾ ഭയങ്കര ചൂടിലാവും, സഹിക്കാൻ കഴിയാത്ത കാലാവസ്ഥയിലാവും, അല്ലെങ്കിൽ നല്ല ബിസിനസ് നാട്ടിൽ പൊടിച്ച് നടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഹജ്ജിന്റെ കാലം വരിക. അപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇംഗ്ലീഷ് മാസത്തോട് യോജിക്കാൻ വേണ്ടിയിട്ട് അറബി മാസത്തിൽ ഈ 11 ദിവസത്തെ ഇവരെന്ത് ചെയ്തു പറയും? ഇവരിടക്കിടക്ക് ഈ മാസം 32 പറയും, അല്ലെ ഈ മാസം 31 പറയും, അല്ലെ ഈ മാസം 30 പറഞ്ഞിട്ട് ഇവർ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ തുടങ്ങി. എന്തിന്? സൂര്യസഞ്ചാര പ്രകാരമുള്ള വർഷത്തോട് ചന്ദ്രസഞ്ചാര പ്രകാരമുള്ള വർഷത്തെ യോജിപ്പിക്കാൻ വേണ്ടി. അപ്പം എന്താവും ഇതിൻ്റെ ഗുണം? ഹജ്ജ് എല്ലാ കാലത്തും ഒരേ സമയത്തായിരിക്കും. ഒരു ഒഴിവുള്ള സമയത്ത്, നല്ല കാലാവസ്ഥ ഒക്കെ ഉള്ള സമയത്തായിരിക്കും ഹജ്ജ്. ഇതായിരുന്നു അറബികളുടെ പണിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറ്റൂല. ഒരു വർഷമെന്ന് പറയുന്നത് 12 മാസമാണ് ചന്ദ്രസഞ്ചാര പ്രകാരം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇങ്ങനെ അറബികൾ ദിവസങ്ങളും മാസങ്ങളും മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്വഹാബ, നമ്മൾ ഈ ഹജ്ജ് ചെയ്യുന്നത് ദുൽഹിജ്ജയിലാണ്. അറിയണം, നിശ്ചയമായും കാനം അല്ലാഹു തആല ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് ദുൽഹിജ്ജ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ആ കണക്കനുസരിച്ചാണ് ഈ വർഷത്തെ ദുൽഹിജ്ജ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഹജ്ജ് ചെയ്യുന്ന ദുൽഹിജ്ജ ഒറിജിനൽ ദുൽഹിജ്ജയിൽ തന്നെയാണ്. മനസ്സിലായില്ല? അറബികൾ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിച്ചത് കൊണ്ട് പല വർഷവും മാസവും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ദുൽഹിജ്ജ കണക്കനുസരിച്ച് ദുൽഹിജ്ജയിൽ തന്നെ വന്നിട്ടുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറഞ്ഞു, വർഷമെന്ന് പറഞ്ഞാൽ 12 ശഹറ, 12 മാസമാണ്. മിൻഹാ 4 ഹുറം, അതിൽ 4 മാസം പ്രത്യേകമായ പവിത്രതയുള്ള മാസങ്ങളാണ്. യുദ്ധം ഹറാമാകപ്പെട്ട മാസമാണ്. 3 മുത്തവാലിയ, 3 തുടരെയാണ്. എന്നാൽ ഏതൊക്കെയാണ് തുടരെയുള്ളത്? ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം. 4-മത്തേത് റജബ്, മുളർ ഗോത്രക്കാരുടെ റജബുമാണ്. അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ജുമാദൽ ഉഖറയുടെയും ശഅബാന്റെയും ഇടയിലുള്ള റജബ് മുളർ ഗോത്രക്കാരുടെ റജബാൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? മുളർ ഗോത്രക്കാട് റജബ് മാസത്തെ വല്ലാതെ ആദരിച്ചിരുന്നവരെയാണ് റജബ് മാസത്തെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ 4 മാസവും പ്രത്യേകമായ ബഹുമാനവും ആദരവും അല്ലാഹു തആല നൽകിയ മാസമാണ്. ഖുർആനും അതേ ശൈലിയിലാണ് സംസാരിക്കുന്നത്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ദാലികദ്ദീനുൽ ഖയ്യിം. ഈ 4 മാസവും പ്രത്യേകമായ പവിത്രതയുള്ള മാസമാണ്.
ഏതൊക്കെയാ? അതിൽപ്പെട്ട ഒരു മാസം റജബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ എന്നിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, അതുകൊണ്ട് ഈ മാസത്തെ നിങ്ങൾ ആദരവോടെ ബഹുമാനത്തോടെ കാണണം. എങ്ങനെ മാസത്തെ ആദരിക്കേണ്ടത്? ഫലിമൂ ഫീഹിന്ന അൻഫുസകും വഖാതിലുൽ മുശ്രികീന കാഫ കമാ യുഖാതിലൂനകും കാഫ വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ 4 മാസവും അല്ലാഹു പവിത്രത കൊടുത്ത മാസമാണ്. അതിൽപ്പെട്ട ഒന്നാണ് റജബ്. ആ റജബിലപ്പം ഉള്ളത് 2ാമത്തെ രാവിലാണ്. ഇനി ശ്രദ്ധിച്ചോളൂ, എന്തൊക്കെയാണ് നമ്മളിതിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് ഒക്കെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച മാർഗദർശനത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നായി ശ്രദ്ധിച്ചോളൂ, ഒരു സ്വലാത്തല്ലാണ് എല്ലാവരും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ, 2 കൂടി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അതുകൊണ്ട് ഈ മാസങ്ങളിലൊന്നും നിങ്ങൾ ദോഷങ്ങൾ ചെയ്യരുത് എന്ന് ഖുർആൻ. ഈ 4 മാസങ്ങളിലും നിങ്ങൾ ഒരു ദോഷവും ചെയ്യരുതെന്ന്. അപ്പം ഇതിൻ്റെ അർത്ഥം വേറെ മാസങ്ങളിൽ നിന്നല്ല, ദോഷം ചെയ്യാൻ പാടില്ല, പക്ഷെ ഈ മാസങ്ങളിൽ തീരെ ചെയ്യരുത്. അതുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകമായ ആദരിച്ച മാസങ്ങളാണ്. അങ്ങനെയല്ലോ, ഹറമിൽ ഒരാൾ ദോഷം ചെയ്യുന്നതും ഹറമല്ലാത്ത സ്ഥലത്ത് ദോഷം ചെയ്യുന്നതും രണ്ടും 2 രീതിയിലാണ്. ഹറം അല്ലാഹു തആല പ്രത്യേകമായി ബഹുമാനിച്ച സ്ഥലമാണ്. ഒരാൾ കളവ് ചെയ്താൽ ആ കളവിന്റെ ശിക്ഷയും, ഹറമല്ലാത്തൊരു സ്ഥലത്ത് വെച്ചൊരാൾ കളവ് ചെയ്താൽ ആ കളവിന്റെ ശിക്ഷയും ഒരേപോലെയല്ല, ഒന്ന് കാഠിന്യം കൂടുതലാണ്. കാരണം അല്ലാഹു തആല പ്രത്യേകം ആദരിച്ച ബഹുമാനിച്ച ഹറം. ഇതേപോലെ ശ്രദ്ധിച്ചോളൂ, നമ്മളെടുത്തൂടെ ഈ ദിവസം നേരമൊക്കെ കഴിഞ്ഞു പോകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലാഹു തആല ബോധം തരട്ടെ. അല്ലാഹുവിന്റെ ഖദാഇൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഓരോ ദിവസവും നേരവും അല്ലാഹുവിന് സമർപ്പിക്കപ്പെടേണ്ടതാണ്. റജബിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. എന്താ? നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ആക്രമിക്കരുത് എന്ന് ഖുർആൻ. അതിന് മഹാന്മാർ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണ്? ഇബ്നു അബീ ഹാത്തിം തങ്ങൾ രേഖപ്പെടുത്തുന്നതിന്റെ അർത്ഥം ഇവിടെ ഫലാ തദ്ലിമൂ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ആക്രമിക്കരുത് എന്നാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്. അതിന്റെ അർത്ഥം അൽ അമലു ലിമാസില്ല, അല്ലാഹുവിന്റെ ദോഷം ചെയ്യരുത് എന്നാണ്. അല്ലാഹു തആല നിരോധിച്ച കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാണ്. അതേപോലെ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കുകയും ചെയ്യരുത് എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന്. അപ്പൊ ഒരു ദോഷവും ചെയ്യരുത്, അതാണ് റബ്ബിന്റെ ഒരു കൽപ്പന. അപ്പൊ ദോഷം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദോഷം പടച്ചോനെ ഇന്ന് മുതൽ ഞാൻ ആ തെറ്റിൽ നിന്ന് മാറി എന്ന് പറയണം. പലിശ വാങ്ങുന്നവനാണോ പലിശ അവസാനിപ്പിച്ചുവെന്ന് പറയണം. വ്യഭിചാരമെന്ന സ്വഭാവമുള്ളവനാണോ അല്ലാഹുവേ ഇനിമേൽ ഞാൻ ആ വഴിക്കില്ല റബ്ബേ എന്ന് ദൃഢനിശ്ചയം ചെയ്യണം. കളവ് ചെയ്യുന്നത് സ്വഭാവമാക്കിയവനാണോ അല്ലാഹുവേ ഞാൻ ഇനി ആ വഴിക്കില്ലേ എന്നവൻ തീർച്ചപ്പെടുത്തണം. അങ്ങനെ ഏതേത് തെറ്റുകളാണെങ്കിലും അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും വഖാതിലുൽ മുശ്രികീന കാഫ കമാ യുഖാതിലൂനകും കാഫ. അത് അല്ലാഹു തആല ആ നിയമത്തിൽ നിന്നൊരു എക്സ്പെൻഷൻ പറഞ്ഞതാണ്. എന്താണ്? നിങ്ങളോട് ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ നിങ്ങളോട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നാൽ നിങ്ങൾ അവരോട് തിരിച്ചു യുദ്ധം ചെയ്തോളൂ. അത് ഈ മാസത്തിന്റെ പവിത്രതയെ ഹനിക്കലല്ല. എന്നാൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം പിന്നീട് അല്ലാഹു തആല എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. വൽ ജുംഹൂറു, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അല അന്ന ഹുർമത്തുൽ മുഖാതല, ഈ മാസങ്ങളിൽ യുദ്ധം പാടില്ല എന്ന് പറയുന്ന നിയമം മൻസൂഖ,
അത് അല്ലാഹു തആല എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിക്കണേ, റജബിൽ ഒരു ദോഷവും ചെയ്യരുത് എന്ന് അല്ലാഹു ഒന്ന്. രണ്ടോ, വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങൾ അറിയണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോട് കൂടെയാണ് അല്ലാഹു ഉള്ളത്. അപ്പൊ രണ്ടാമത്തെ നിർദ്ദേശം തഖ്വ ചെയ്ത് ജീവിക്കണം എന്നാണ്. ദോഷം ചെയ്യരുത്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറാവണം. റജബാൻ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി, അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തുകയും അല്ലാഹു നിരോധിച്ചത് മുഴുവനും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക. അതാണ് തഖ്വ. അല്ലെങ്കിലോ തഖ്വക്ക് വേറൊരു വ്യാഖ്യാനമുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു, സ്വഹാബ, തഖ്വ എന്ന് പറഞ്ഞാൽ തർക്കും മാ ലാ ബിഹി ബഅസുൻ ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ. തർക്കും മാ, ഒരു കാര്യം ഉപേക്ഷിക്കലാണ്, ലാ ബിഹി ബഅസുൻ, ആ കാര്യം ചെയ്യുന്നത് കൊണ്ട് തകരാറൊന്നുമില്ല, എന്നാൽ ആ കാര്യം ചെയ്യാതിരിക്കുക. അപ്പൊ തെറ്റല്ലാത്തൊരു കാര്യം ഒഴിവാക്കുക. ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ, ആ കാര്യം ചെയ്യുന്നത് മുഖേന ഒരു തെറ്റിലേക്ക് ഒന്ന് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ കാര്യം ചെയ്യാതിരിക്കുക. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു തആല മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയ എന്താണ് തഖ്വ എന്നാ ഞാൻ പറയേണ്ടത്, ഒന്നായി ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഒന്ന്, ഈ പവിത്രമായ മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യരുത്. എല്ലാവരും തീരുമാനിക്കണം. ഞാനടക്കം എൻ്റെ സദസ്സിലുള്ള എല്ലാവരും, പടച്ചോനെ ഈ സെക്കൻഡ് മുതൽ, ഒരു സെക്കൻഡ് മതി അല്ലാഹു തആല ഒരു മനുഷ്യനെ കബൂലാക്കാൻ. കൊല്ലങ്ങളോ ആഴ്ചകളൊന്നും വേണ്ട, ഒരു സെക്കൻഡ് ഖൽബറിഞ്ഞ് റബ്ബിനോട് പറയാം, അല്ലാഹുവേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത് തമ്മാടിയാണ്, പക്ഷെ ഇന്ന് സെക്കൻഡ് മുതൽ ഞാൻ നന്നാൻ തീരുമാനിച്ചു റബ്ബേ. ഖൽബറിഞ്ഞ് റബ്ബിനോട് പറഞ്ഞാൽ മതി. അത് നിങ്ങൾ ഈ വെളിച്ചത്തിരിക്കുമ്പോഴും പറയാൻ കഴിയും. ഒരാളുടെ ഖൽബും റബ്ബും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല. ഒന്നതാണ്. രണ്ടല്ലാഹു പറഞ്ഞത് തഖ്വയിൽ അധിഷ്ഠിതമായി നിങ്ങൾ ജീവിക്കണമെന്ന്. എന്താണ് തഖ്വ? മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്യുന്നതിന് വിരോധമില്ല, എന്നാൽ അത് മുഖേന ഒരു തെറ്റിലേക്ക് വന്ന് വീഴുമോ എന്ന് ഭയപ്പെട്ട് ഹലാലായ കാര്യം ഉപേക്ഷിക്കലാണ് തഖ്വ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വായക്കാട് ദർസ് നടത്തിയിരുന്ന കാലഘട്ടത്തിലാണ് ഉസ്താദിന് രാവിലെ ഉള്ള കഞ്ഞി കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. മലപ്പുറം ജില്ലയിൽ കഞ്ഞിയുണ്ട്. 10 മണിക്കാണ് കഞ്ഞി കുടിക്കുക. രാവിലെ 7 മണിക്ക് നാസ്തയ്ക്ക്. നിങ്ങൾ ചെയ്യുന്ന മാതിരി കത്തലടക്കലല്ല, നിങ്ങൾ ഈ കത്തലടക്കലാണ്. വയറ് കത്തണം ഒന്ന് അടക്കണമെങ്കിൽ അതിൻ്റെ മുമ്പ് ഒരു മനുഷ്യനൊന്നും കൊടുക്കൂല. കത്തി നല്ലോണം കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അടക്കാൻ കൊടുക്കും. മലപ്പുറത്ത് അങ്ങനെയല്ല, രാവിലെ തന്നെ നാസ്തയ്ക്ക് 7 പിന്നെ 10 മണിക്ക് 10:30 മണിക്ക് ഒരു കഞ്ഞിയുണ്ട്. ഒരു ഇടക്ക് വേറൊരു ആശ്വാസം കൊടുക്കാനാണ്. ഉസ്താൻ ഈ കഞ്ഞി കൊണ്ടുപോയി കൊടുക്കൽ ഈ ദർസ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ്. വീട്ടുകാരൻ മരിച്ചുപോയി. മരിച്ചപാട് കണ്ണിയത്ത് ഉസ്താദ് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവരരുത് എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഈ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനായി. മാസങ്ങളോളം വർഷങ്ങളോളം ഉസ്താദിന് കഞ്ഞി കൊടുത്ത വീടാൻ. വാപ്പ മരിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇനി കഞ്ഞി കൊണ്ടിരുന്നാണ്. ഭയങ്കര ടെൻഷനാവൂലേ? ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഇത്ര വർഷങ്ങളോളം നിങ്ങൾ ഞങ്ങളുടെ കഞ്ഞി കുടിച്ചു. കമ്മിറ്റിക്കാരോട് ഇവർ പറഞ്ഞു, ഉസ്താദ് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് കാരണം എന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഉസ്താദിനോട് പറയണം, ഞങ്ങൾ ഉസ്താദിന് വേണ്ടി പ്രത്യേകമൊന്നും പാകം ചെയ്യാറില്ല, ഞങ്ങൾ പാകം ചെയ്യുന്ന കഞ്ഞിൻ്റെ ഒരു വിഹിതം കൊടുത്തയക്കുന്നതാണ്, അതുകൊണ്ട് അത് നിലനിർത്താൻ പറയണമെന്ന് പറഞ്ഞു. കമ്മിറ്റിക്കാർ കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ആ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് നിങ്ങൾ കഞ്ഞി മുടക്കിയതിൽ, അതുകൊണ്ട് ആ കഞ്ഞി നിലനിർത്തണം എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ അവരോട് വിരോധമുള്ളത് കൊണ്ടല്ല കഞ്ഞി വേണ്ട എന്ന് പറഞ്ഞത്. ഞാൻ ഇതുവരെ കുടിച്ചിരിഞ്ഞ കഞ്ഞി, ഇന്നലെ ആ വീട്ടുകാരൻ മരിക്കുന്നവരെ ഞാൻ കുടിച്ച കഞ്ഞി ആ വീട്ടുകാരൻ്റെ കഞ്ഞിയാണ്. അയാൾ മരിച്ചുപോയി, ഇനി ആ വീട്ടിൽ നിന്ന് കഞ്ഞി വരുന്നത് അയാളുടെ കഞ്ഞല്ല, അയാളുടെ അനന്തരാവകാശികളുടെ കഞ്ഞിയാണ്.
അയാൾ മരിക്കുന്നതോടുകൂടെ അയാളുടെ സ്വത്തിന്റെ അനന്തരാവകാശികൾ അയാളുടെ ഭാര്യ മക്കളായി തീർന്നിരിക്കുകയാണ്. അതിനും എനിക്ക് വിരോധമുള്ളത് കൊണ്ടല്ല. പക്ഷെ അയാളുടെ മക്കളുടെ കൂട്ടത്തിൽ ഒരു മകനുണ്ട്, അവന് പ്രായപൂർത്തിയായിട്ടില്ല, അവൻ യതീമാൻ. അതുകൊണ്ട് ഇനി ആ വീട്ടിൽ നിന്ന് കഞ്ഞി വന്നാൽ ആ കഞ്ഞിയിൽ പ്രായപൂർത്തിയാകാത്ത ഈ യതീമിന്റെ അവകാശമുണ്ടാകും. അതുകൊണ്ട് കണ്ണിയത്ത് അഹമ്മദ് അവന്റെ വയറ്റിൽ യതീമിന്റെ അംശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇനി ആ വീട്ടിൽ നിന്ന് കഞ്ഞി വേണ്ട എന്ന് പറഞ്ഞത്. പഠിത്ത് ഞാൻ പഠിപ്പിച്ചൊരു പെൺകുട്ടിയാണ്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച പെൺകുട്ടിയാണ്, വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഭർത്താവ് ഇപ്പോൾ അടുത്ത് വരും, എൻ്റെ ഭർത്താവ് വന്നിട്ട് വേണം, ഞാൻ മൊബൈൽ ഒഴിവാക്കാൻ പോവാണ്, എനിക്ക് മൊബൈൽ വേണ്ട. ഞാൻ മൂപ്പരോട് എത്ര ഗൾഫിൽ നിന്ന് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങോട്ടാണ് വിളിക്കാമെന്നൊക്കെ ചോദിക്കണത്. മൂപ്പര് വന്നിട്ട് വേണം, ഇത് ഞാൻ ഒഴിവാക്കണം. ഞാൻ പഠിപ്പിച്ച മോളാണ് എന്നോട് പറയാൻ. എത്ര അനാവശ്യ കോളുകളാണ് ഓരോ ദിവസവും ഇതിലേക്ക് വരുന്നത്. ഞാൻ വഴി പിഴച്ചു പോകുമോ എന്ന് ഞാൻ തന്നെ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് നരകം സമ്മാനിക്കുകയാണെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കലല്ലേ നല്ലത്. ഒരു കാര്യം അത് ഹലാലാണ്, പക്ഷെ അത് ഹറാമിലേക്ക് ചെന്നു വീഴുമോ എന്ന് ഭയപ്പെട്ട് ഹലാലായ കാര്യം പോലും ഉപേക്ഷിക്കുക. ഇതിന്റെ പേരാണ് തഖ്വ. വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അല്ലാഹു തആല മുത്തഖീങ്ങളോട് കൂടെയാണ് എന്ന് പറയണേ എന്ന് പരിശുദ്ധ ഖുർആൻ. നീ ശ്രദ്ധിക്കണേ, ഈ പറയുന്ന പവിത്രമായ മാസങ്ങളോട് നമ്മൾ കാണിക്കേണ്ട ആദരവ് എങ്ങനെയാണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖാല റസൂലുള്ളാഹ്, നന്നായി സ്വലാത്തല്ലാണ്. ഖാല റസൂലുള്ളാഹ്. എല്ലാ കൊറോണയും പോട്ടെ, കയ്യകിയാൽ മാത്രം കൊറോണ പോവില്ല. കയ്യകിയാൽ മാത്രം പോവുകയാണെങ്കിൽ മൂപ്പര് ഇപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ലല്ലോ. അത്ര വട്ടം ലോകം കയ്യകിയിട്ട് നിങ്ങളും കയ്യില്ലേ, കൈ മാത്രം പോവില്ല. നന്നായി സ്വലാത്ത് ചൊല്ലൂ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി പറഞ്ഞു, അനീബു ഇലാ റബ്ബികും. കേൾക്കണേ, ഇനി റജബിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പുണ്യ നബി അക്കട്ട് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ അങ്ങ് പറഞ്ഞാണ് അതോടുകൂടെ വയൽ അവസാനിപ്പിക്കും. അനീബു ഇലാ റബ്ബ്. ചില ആൾക്കാരെ മനസ്സിലാക്കി 2 ദിവസവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയതാവും. 2 ദിവസം പിരിവായിരിക്കും ചിലപ്പം. അങ്ങനൊന്നുമില്ല, പിരിവ് എന്തായാലും ആവശ്യമില്ല, അല്ലാതെ പള്ളീൻ്റെ പണി പൂർത്തിയാവില്ലല്ലോ. പൂർത്തിയാവോ? എത്ര മാനേജ്? പൂർത്തിയാവില്ല. അതിന് പൈസ എല്ലാവരും കൊടുക്കണം. പക്ഷേ നമ്മൾ ഈ 2 ദിവസവും പ്രഭാഷണം തന്നെയാണ്, ഉത്ബോധനം തന്നെയാണ്. നമ്മളിത് 2 ദിവസവും പ്രഭാഷണം എന്നുദ്ദേശിച്ചത് റമദാനിലേക്ക് കൽബ് കൊണ്ടുപോകാനുള്ള ഒരു ചിന്തയാകട്ടെ എന്ന് കരുതിയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനീബു ഇലാ റബ്ബികും, നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകണം. ലോകത്താകെ പ്രശ്നം അതാണല്ലോ. കൊറോണന്റെ പ്രശ്നം എന്താ? അല്ലാഹു എന്ന് മനുഷ്യൻ അകന്നു എന്നുള്ളതാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലും നാശങ്ങൾ വ്യാപകമാകുന്നത് ലഹറ, വ്യാപകവ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. ലഹറ വ്യാപകവന. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും നാശങ്ങൾ വ്യാപകമായത് ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ ചെയ്യുന്ന ദോഷങ്ങളാണ് അതിന്റെ കാരണം എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഓർക്കെ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ നമ്മെ ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ അനീബു ഇലാ റബ്ബികും, ദോഷങ്ങളാണ് നിങ്ങളെ നാശത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ദോഷമുക്തമായ ജീവിതം നയിക്കാൻ നിങ്ങൾ ശപഥം ചെയ്യണം. അല്ലാഹുവിലേക്ക് തിരിച്ചുപോക്ക് നടത്താൻ നിങ്ങൾ സന്നദ്ധനാവണം. തൗബ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ദോഷാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് ആണല്ലോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൽഹറു ഫീ ആഖിരിസ് സമാനി ഖിസാലുൻ അർബഅ, ലോകാവസാനമായാൽ 4 കാര്യങ്ങൾ എൻ്റെ സമുദായത്തിൽ വ്യാപകമായി നടക്കും. നന്ദാഖലുർ റിബാ, വ്യാപകമായ പലിശയുടെ ഉപയോഗമുണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൃപ്പങ്ങോട്ടൂരിൽ എത്ര വീടുകളിൽ ഫിക്സഡ് ലാഭമായി ബിസിനസ്സിൽ പണം മുടക്കിയ ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കില്ല. അങ്ങനെ ഒരു കണക്കെടുത്താൽ ഉണ്ടാവില്ല എനിക്കറിയില്ല. വേറെ എല്ലാ നാട്ടിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്, ചിലപ്പോൾ നിങ്ങളെ നാട്ടിലില്ലെങ്കിലും. ഫിക്സഡ് ബിസിനസ്സിൽ ഒരാൾ പണം മുടക്കിയ പലിശയാണ്. 10 ലക്ഷം റുപ്യ ഞാൻ മുടക്കിയിട്ടുണ്ട് സാറേ, എനിക്കായാലും മാസത്തിൽ 10,000 ഉറുപ്പിക തരുന്നുണ്ട്. എല്ലാ മാസവും 10,000 ലാഭം, ചിലപ്പോൾ 5,000 ആവും, ചിലപ്പോൾ 20,000 ആവും. അതൊന്നും ഞാൻ അറിയില്ല. എനിക്കായാലും 10,000 റുപ്യ തരാമെന്നാണ് പറഞ്ഞത്. എന്നല്ലേ ബാങ്കിൽ നിങ്ങൾ 10 ലക്ഷം റുപ്യ ഓല് പറയും നിങ്ങൾക്ക് എല്ലാ മാസവും 7,000 റുപ്യ ഞങ്ങൾ തരാം, 7% ലാഭം. ഫിക്സഡ് ലാഭം പലിശയാണ്, ഇൻട്രസ്റ്റാണ്. ലോകാവസാനമാകും എന്റെ സമുദായത്തിൽ 4 കാര്യങ്ങൾ വ്യാപകമായി നടക്കും. അഖുലുർ റിബാ, പലിശയുടെ ഉപയോഗം വ്യാപകമായി നടക്കും എന്റെ സ്വഹാബ. വൽ ഐമാനുൽ കാദിബാ ഫിൽ ബൈഇ വശ്ശിറാ, വിൽക്കുന്നതിലും വാങ്ങുന്നതിലും കള്ളസത്യങ്ങൾ വ്യാപകമാകും സ്വഹാബ. കച്ചവടങ്ങളിൽ കള്ളസത്യങ്ങൾ നടക്കുക വ്യാപകമായി. പലിശയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ സാഹസിൽ വല്ല അമ്മാരും സ്വർണം കൊണ്ടുപോയി പണയം വെച്ചോണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഓല് ദയവ് ചെയ്ത് നീച്ചു പോകണം. എന്തുകൊണ്ട് വെച്ചാൽ ദ്വാക്ക് ഉത്തരം കിട്ടൂല. ദ്വാക്കുത്തരം ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, പലിശ ഇടപാട് നടത്തുന്ന ആൾക്കാർ അള്ളാഹിനോടും റസൂലുള്ളാഹിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോളി എന്നാ പറഞ്ഞത്. ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹ്, ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. ഉമ്മ, നിങ്ങളുടെ മകൾ വീട്ടിൽ വന്ന ആദ്യ പ്രസവം നടന്നു. അവൾ തിരിച്ചു പോകുമ്പോ, കുട്ടിയുമായി ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ പൊന്നു കൊടുക്കാനില്ലാത്തത് കൊണ്ടാ ഉസ്താദെ എന്നെ മാല പണയപ്പെടുത്തിയിട്ട് 2 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭർത്താവ് പൈസ അയക്കുമ്പോൾ തിരിച്ചെടുക്കാമെന്ന് കരുതി ഞാൻ പണയപ്പെടുത്തിയത്. എങ്ങനെ പെടുത്തിയാലും ആ ബാങ്കിൽ മാല കൊണ്ടുപോയി വെച്ചു പലിശക്ക് വാങ്ങിയ കയ്യില്ലേ, ആ കൈ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയാൽ അല്ലാഹു ഉത്തരം തരൂല്ല. അഖുലുർ റിബാ, പലിശയുടെ വ്യാപകമായ ഉപയോഗമുണ്ടാകും എന്റെ സമുദായത്തിൽ. വല്ലൈമാനുൽ കാദിബാ ഫിൽ ബൈഇ വശ്ശിറാഇ, കച്ചവടങ്ങളിൽ വ്യാപകമായ കള്ളസത്യങ്ങളുണ്ടാകും. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വബഖ്സുൽ മിക്യാലി വനഖ്സുൽ മിക്യാലി വബഖ്സുൽ മീസാൻ, അളത്തത്തിലും തൂക്കത്തിലും ആളുകൾ കുറവ് വരുത്താൻ തുടങ്ങുകയും ചെയ്യും. ഈ 4 കാര്യം എന്റെ സമുദായത്തിൽ ഉണ്ടായാൽ വഖഅത് ഫീഹിമുൽ അംറാദുൽ ഫാഹിഷ, പ്രതിവിധിയില്ലാതെ വളരെ മോശമായി എല്ലാവരെയും വ്യാപിക്കുന്ന, എല്ലാവരെയും പിടികൂടുന്ന രീതിയിലുള്ള മാരക രോഗങ്ങൾ എന്റെ സമുദായത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അനീബു ഇലാ റബ്ബിക്കും, ദോഷങ്ങൾ അതിൻ്റെ ഒക്കെ കാരണം, അതുകൊണ്ട് തൗബ ചെയ്യൂ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തൃപ്പങ്കോട്ടിലെ എല്ലാ ആളുകളോടും ഞാൻ പറയാം, നാളെ തൗബന്റെ സദസ്സ. കരഞ്ഞ് തൗബ ചെയ്യാൻ, അല്ലാഹുവിനോട് ഹൃദയം ഇങ്ങിപ്പൊട്ടിയിട്ട് റബ്ബേ എന്നോട് മാപ്പാക്കണമെന്ന് പറയാൻ മനസ്സുള്ള മനുഷ്യന്മാരൊക്കെ നാളെ വരണം. വരുമ്പോൾ നിങ്ങളെ കുട്ടികളെയും കൂട്ടിയിട്ട് വരണം. ചെറിയ മക്കളില്ലേ, ഓലെ കൂട്ടിയിട്ട് വരണം. ഭർത്താക്കന്മാര് മരിച്ചുപോയ ഉമ്മമാരുണ്ടോ? അവരുടെ മാറത്തിരുന്ന് അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന പൊന്നു മക്കളുണ്ടോ? അവരെ കൂട്ടിയിട്ട് വരണേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. തൃപ്പങ്ങോട്ടൂരിലുള്ള അത്തരത്തിലുള്ള കുട്ടികൾ നാളത്തെ സദസ്സിലുണ്ടാവണം. എന്തുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, യതീമായ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന പൊന്നു മക്കളുണ്ടായാൽ ആ സദസ്സിലെ ദുആ അല്ലാഹു കേൾക്കും. ആ സദസ്സിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. ആ ജനതയിൽ നിന്ന് അല്ലാഹു അദാബിനെ തടഞ്ഞു നിർത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലാ ശുയൂഖൻ ലില്ലാഹി റുക്കഉ വസുബിയത്തും മിനൽ യതാമാറുല്ലഹു വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈകുമുൽ അദാബുൽ ഔജൗ. അതുകൊണ്ട് നാളത്തെ സദസ്സ് തൗബയുടെ സദസ്സാണ്, റജബാണ്. നന്നാവണമെന്ന് പൂതിയുള്ളവര് റബ്ബന അല്ലാഹുവേ ചെയ്തതിൽ നിന്നൊക്കെ എനിക്ക് മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒക്കെ വന്നിട്ട് നമുക്ക് നാളെ അവസാനം ഒന്ന് കരഞ്ഞ് റബ്ബിനോട് തൗബ ചെയ്തു പോകണം. അനീബു ഇലാ റബ്ബിക്കും. റജബായ എന്താ ചെയ്യണ്ടേ? റസൂൽ പറഞ്ഞ് ഒന്ന് തൗബ ചെയ്യാൻ. അല്ലാഹു തആല തൗബ കബൂൽ ചെയ്യുന്ന ചില വാക്കുണ്ടല്ലോ, നമ്മൾ കൽബറിഞ്ഞ് റബ്ബിനോട് പറയുന്ന ചില വാക്ക്, ആ വാക്ക് മതി റബ്ബ് നമ്മളെ കബൂൽ ചെയ്യാൻ. അല്ലാഹുവും നമ്മളും തമ്മിലുള്ള മാനസികമായ ബന്ധം, ആ ബന്ധത്തിൽ നമ്മൾ ഒരിറ്റ കണ്ണീർ പൊടിക്കിയാൽ അല്ലാഹു തആല കബൂൽ ചെയ്യും. അല്ലേ? മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പറഞ്ഞില്ലേ, മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞ, മൂസാ നബിയേ, ഇന്ന മരുഭൂമിയിൽ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് മൂസാ നബിയെ, അയാൾ എന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് നിങ്ങൾ ചെന്നിട്ട് അയാൾ ഒന്ന് ഖബറടക്കം ചെയ്യണം മൂസാ നബിയെ എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു തആല കൽപ്പിച്ച പോലെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. ഒരു വിജനമായ സ്ഥലത്ത് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? മൂസാ നബി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിന്റെ പരിസരത്ത് ഒരു ഗ്രാമമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ആ ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ മൂസാ നബിയാണ്, അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചു, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്, അയാളെ ഖബറടക്കം ചെയ്യണമെന്ന്. അയാളെ ഖബറടക്കം ചെയ്യാൻ നിങ്ങളൊന്ന് എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു അവരോട്. അവർ പറഞ്ഞു, സഹായിക്കാമല്ല മൂസാ നബിയെ. അങ്ങനെ ആ ഗ്രാമവാസികൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ വന്നു നോക്കുകയാണ്. വന്നു നോക്കുമ്പോൾ ഈ മരിച്ചു കിടക്കുന്ന മയ്യിത്ത് കണ്ടപ്പോൾ ഇവർ മൂസാ നബിനോട് ചോദിച്ചു, മൂസാ നബി അങ്ങെന്താ പറയുന്നത്? ഇയാൾ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണെന്നോ? ഇയാൾ തമ്മാടിയാണ് മൂസാ നബിയേ, ഇന്നലെ വരെ തമ്മാടിയായി ജീവിച്ച ആളാണ് ഇയാൾ. അതുകൊണ്ട് മൂസാ നബിയെ, ഇയാൾ വലിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. മൂസാ നബി ഒന്നും പറഞ്ഞില്ല. ആ സമൂഹത്തോട് തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ. മൂസാ നബി പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഇയാളെ ഖബറടക്കം ചെയ്യാൻ എന്നെ സഹായിക്കുക. അങ്ങനെ എല്ലാവരും കൂടെ ഖബറടക്കം കഴിഞ്ഞു. ആളുകൾ പിരിഞ്ഞുപോയി. മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം പടച്ച റബ്ബിലേക്ക് കരങ്ങളും ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹ്, നീ പറഞ്ഞല്ലോ എന്നോട് ഇയാൾ നിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണെന്ന്. അല്ലാഹുവേ, ഇയാൾ ഇത്രയും കാലം ജീവിച്ച നാട്ടുകാർ പറയുന്നു ഇയാൾ തമ്മാടിയാണെന്ന്. അല്ലാഹ്, നീ പറഞ്ഞതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായില്ലല്ലോ റബ്ബേ. ഉടനെ അതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹു തആല പറഞ്ഞേക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു മൂസാ നബിയോട്, മൂസാ നബിയേ, ആ നാട്ടുകാർ പറയുന്നത് ശരിയാണ് മൂസാ നബിയേ, അയാൾ ഇന്നലെ വരെ അവർക്കിടയിൽ തമ്മാടിയായി ജീവിച്ച ആളാണ്, ശരിയാണ്. മൂസാ നബി അവരെ കുറ്റപ്പെടുത്താൻ യാതൊരു വകയുമില്ല. പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയിലാണ്. ഇന്നലെ രാത്രി ആ ഗ്രാമവാസികൾ മുഴുവൻ ഉറങ്ങിക്കിടക്കുകയാണ്. എല്ലാവരും സുഖനിദ്രയിലാണ് മൂസാ നബിയെ. അപ്പോൾ ഈ തമ്മാടിയായ മനുഷ്യൻ എഴുന്നേറ്റിരിക്കുകയാണ്. അയാൾ ആലോചിച്ചു, അല്ലാഹ്, ഈ കാലം അത്രയും ഞാൻ തമ്മാടിയായി ജീവിച്ചല്ലോ റബ്ബേ, എനിക്ക് മരിച്ചു പോകണ്ടേ, ഖബറിൽ വന്ന് കിടക്കണ്ടേ. അല്ലാഹ്, നിന്റെ സന്നിധിയിൽ വരുമ്പോ ഞാനെന്ത് നിന്നോട് പറയും? ഇയാൾ ഓർത്ത് കരയുകയായി. അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് അയാൾ ഇറങ്ങി വന്നു. മൂസാ നബിയെ ഈ വിശാലമായ മണൽപ്പരപ്പിൽ വന്ന് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് എന്റെ സവിധത്തിലേക്ക് കൈപൊക്കിയിട്ട് ഇയാളൊരു വാക്ക് പറഞ്ഞു മൂസാ നബിയെ. അത് കേട്ടപ്പോ എനിക്ക് അയാൾക്ക് പുറത്തു കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. അയാൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലാഹ്,
ഞാൻ ഇത്രയും കാലം തമ്മാടിയായി ജീവിച്ച ഒരാളാണ്. അല്ലാഹുവേ, ഞാൻ നിന്നെ ഭയപ്പെടുന്നു. നിന്റെ മുമ്പിൽ വരുന്ന സമയമോർത്ത് അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണം. നീ എനിക്ക് പുറത്തു തരുന്നത് കൊണ്ട് നിന്റെ അധികാരത്തിന് വല്ല കോട്ടവും സംഭവിക്കുമെങ്കിൽ എനിക്ക് നീ പുറത്തു തരണ്ട. അല്ലാഹുവേ, നിന്റെ അധികാരത്തിന് ഒരു കുറവും സംഭവിക്കില്ല എങ്കിൽ, സാധുവായി എനിക്ക് പുറത്തു തന്നത് കൊണ്ട് നിനക്കൊരു നഷ്ടവുമില്ല എങ്കിൽ അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ എന്ന് മൂസാ നബിയേ. അത് കേട്ടപ്പോൾ എനിക്ക് പുറത്തു കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. മൂസാ അലൈഹിസ്സലാമേ, അയാളുടെ പാപം ഞാൻ പുറത്തു കൊടുത്തുവെന്ന് മാത്രമല്ല, എന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന ഉന്നതമായ സ്ഥാനത്താണ് ഞാൻ അയാളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു മൂസാ അലൈഹിസ്സലാമിനോട് പറയുകയാണ്. ഒരു സെക്കൻഡ്, ഒറ്റ കണ്ണുനീര് മതി. ഒരു കണ്ണുനീര് കവളത്തൂടെ ഇങ്ങനെ റബ്ബിനെ ഓർത്തിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങിയാൽ അല്ലാഹു കാരുണ്യവാൻ. എത്ര വലിയ കാരുണ്യവാൻ ആരെങ്ങൾ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ യുദ്ധത്തടവുകാരെ കൊണ്ടുവരപ്പെട്ടു. യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തടവുകാരെ പിടിച്ചു കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ അടിമകളായ ചില സ്ത്രീയുണ്ട്. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീക്ക് കുട്ടിയുണ്ട്. അടിമകളെ മദീന മുനവ്വറയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ അതിൽ ഒരു സ്ത്രീ ഉണ്ട്, ഇങ്ങനെ പരക്കം പായുന്നു. സഹാബികൾ മുഴുവൻ ആ പെണ്ണിനെ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ മോനെ, എൻ്റെ മോൻ, എൻ്റെ മോൻ, എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിങ്ങനെ ഓടുകയാണ് ആളുകൾക്കിടയിലൂടെ. അപ്പൊ കുട്ടി നഷ്ടപ്പെട്ടു പോയതാണ്. ഈ പെണ്ണങ്ങനെ എല്ലാ പരിസരവും ബോധവും നഷ്ടപ്പെട്ടു ഓടുകയാണ്. എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി എന്നിങ്ങനെ പറഞ്ഞു ഓടുകയാണ്. സഹാബികളെല്ലാവരെയും ആ രംഗം എല്ലാം കണ്ടു നിന്ന മുഴുവൻ ആളുകൾ കരഞ്ഞുപോയി. കുട്ടിനെ കാണാത്തത് കൊണ്ട് വെപ്രാളപ്പെട്ട പെണ്ണ് ഓടുന്നത് കണ്ടപ്പോൾ എല്ലാവരും കരഞ്ഞുപോയി. അല്പസമയം കഴിഞ്ഞ് ആ കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ തന്റെ പൊന്നമോനെ മാറോട് ചേർത്ത് പിടിച്ച് ഈ ഉമ്മ തുരുതുരാ ചുംബനമർപ്പിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബാ, ഈ പെണ്ണ് തന്റെ കുട്ടിയെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബികൾ പറഞ്ഞു, ഒരിക്കലുമില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബാ, ആ ഉമ്മാക്ക് തന്റെ മകനോടുള്ളതിനേക്കാൾ വലിയ സ്നേഹമാണ് രാജാതിരാജനായ റബ്ബിന് തന്റെ അടിമകളോട് നബിയുനാ റസൂലുള്ളാഹ്. പക്ഷെ വേണ്ടത് എന്താ അറിയോ? ഖൽബ് പൊട്ടിയിട്ടൊരൊറ്റ കരച്ചിലാണ്. ഖൽബ് പൊട്ടിയൊരു പറച്ചിലാണ്. നാളെ നന്നായൊന്ന് തൗബ ചെയ്ത് റജബനെ വരവേറ്റ് പോകണം. നമുക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതൊന്ന് തൗബ ചെയ്യാൻ. 2 വസ്തഗ്ഫിറൂ മിൻ ദുനൂബികും, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ. എന്താ റജബിൽ ചെയ്യേണ്ട? ഇസ്തിഗ്ഫാർ നന്നായി വർദ്ധിപ്പിക്കാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട ചില സമയം, ചില മാസം അങ്ങനെ കണ്ടതാ. വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ റബ്ബിന് വല്ലാത്ത ഇഷ്ടാണ്. അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട ചില സമയം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് സഹറിന്റെ സമയം, അത്താഴത്തിന്റെ സമയല്ലേ, സുബൈന്റെ മുമ്പും സുബൈയോട് ചേർന്നൊക്കെയുള്ള സമയല്ലേ, ആ സമയം. അതേപോലെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റജബ് മാസത്തിലും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. പുണ്യനബി തങ്ങൾ പറഞ്ഞു, അൽ അബ്ദു ആമിനും മിൻ അദാബില്ലാഹ് മസ്തഗ്ഫറല്ലാഹ്. അൽ അബ്ദു ഒരടിമ, ആമിനും മിൻ അദാബില്ലാഹ്, ഒരു ദോഷം ചെയ്യുമ്പോൾ ആ ദോഷം മുഖേന വരുന്ന ശിക്ഷയുണ്ടല്ലോ, അതൈഹികമായ ശിക്ഷയാകട്ടെ പാരിത്രികമായ ശിക്ഷയാകട്ടെ, ആമിനും മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് അയാൾ സുരക്ഷിതനാകും. മസ്തഗ്ഫറല്ലാഹ്, ഇസ്തിഗ്ഫാർ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം അത്രയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. എല്ലാവരും ഒരു 10 ഇസ്തിഗ്ഫാർ ഇല്ലാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നോളൂ, ഒന്ന് എഴുന്നേറ്റുന്നിട്ടും ചൊല്ലിയിരിക്കും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച മാസമാണിത്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദരി സഹോദരങ്ങളോടൊക്കെ പറയാം, ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കഴിയുന്നില്ല, 100 ചൊല്ലിക്കോളൂ. 1000 ചൊല്ലാൻ കഴിയുന്നവരാണോ 1000 ചൊല്ലിക്കോളൂ. അത് തന്നെ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ ചൊല്ലുക, പ്രദോഷത്തിന് മുമ്പായി ഇസ്തിഗ്ഫാർ ചൊല്ലുക, പിന്നെ ഒഴിവുള്ള സമയമെല്ലാം ഇസ്തിഗ്ഫാർ ചൊല്ലുക. എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലിക്കോ. അതേപോലെ വജ്തനിബുൽ മആസിയ, ദോഷങ്ങൾ ചെയ്യരുത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിശ്ശഹരിൽ ഹറാം വഹുവ റജബുൻ, റജബ് മാസമായാൽ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ അക്തറൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ. ആധുനിക ലോകം കേൾക്കേണ്ട ഒരു ഹദീസാണിത്. എന്നാൽ അധിക മനുഷ്യന്മാർക്കും ടെൻഷനാണ്, അല്ലേ 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 കുഞ്ഞുലാജി? നിങ്ങളുടെ ചെറുപ്പത്തിൽ ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നു മനുഷ്യന്മാർക്ക്? ഇല്ല. ആധുനിക മനഃശാസ്ത്രം പറഞ്ഞെന്താ അറിയോ, നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സംഘം ആൾ 100, ഇപ്പോൾ ഇവിടെ എത്ര ആളുള്ള ഒരു 10-300 ആളൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ? 100 ആളൊരു സ്ഥലത്ത് കൂടിയ 60 ആൾക്കും മാനസികമുള്ളവരായിരിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ ഒരു ഉസ്താദ് വെറുതെ പറയാണ്. അല്ല, അത് തിരിയാത്തെന്താ? എല്ലാവർക്കും മാനസിക, അതുകൊണ്ട് പിന്നെ തിരിയില്ല. എല്ലാവരും ഭ്രാന്തന്മാരായ പിന്നെ ഭ്രാന്തനെ മനസ്സിലാവോ? ഇല്ലല്ലോ. പണ്ട് ജവഹർലാൽ നെഹ്റു വന്നു കോഴിക്കോട്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കോഴിക്കോട്ട് വന്നു. കോഴിക്കോട്ട് വന്നപ്പോൾ കുതിരവട്ടം കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി കുറച്ച് മനുഷ്യന്മാർ. അവർ പറഞ്ഞു, ഇവിടെ ഒരു ഭ്രാന്താലയമുണ്ട്, ഇവിടെ നിന്ന് പോകാൻ. അങ്ങനെ നെഹ്റുജി വന്നു. നെഹ്റുജി വന്നിട്ട് എല്ലാ സെല്ലിലും ഇങ്ങനെ കണ്ട് പോയി ലാസ്റ്റ് സെല്ലിലെത്തി. വേറെ സെല്ലിൽക്കൊന്നും കടക്കാൻ പറ്റൂലല്ലോ. ഞാൻ പ്രധാനമന്ത്രിയാവുന്ന നടക്കുമല്ലെടുത്ത് പോല. അവസാനത്തെ സെല്ലുണ്ട്, അത് ഈ സുഖമായി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോകാൻ നിൽക്കുന്ന ആളുകളാണ്. അപ്പം നെഹ്റുജി ആ റൂമിലേക്ക് കയറി, അങ്ങോട്ട് കയറ്റി. അവർ പറഞ്ഞു, ഇവിടെ കയറാൻ കുഴപ്പമില്ല, അതൊക്കെ സുഖമായ ആളുകളാണ്. അപ്പോൾ നെഹ്റു കടന്നു. നെഹ്റു പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ ആൾ പറഞ്ഞു, സാരല്ല, നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ അതിലും വലുതൊക്കെ പറഞ്ഞതായിരുന്നു, ഒരു 10-12 ദിവസം ഇവിടെ കടത്തിയാൽ സുഖമായിക്കോളും. നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ അതിനേക്കാൾ വലുത് പറഞ്ഞതായിരുന്നു, ഒരു 10-15 ദിവസം ഇവിടെ കടത്തിയാൽ സുഖമായിക്കോളും. പിന്നെ അങ്ങനെ പറയില്ല. എല്ലാവരും ഭ്രാന്തന്മാരായ പിന്നെ തിരിയില്ലല്ലോ. ഭ്രാന്തനേതാ? ഭ്രാന്തന്മാരല്ലാത്താണ്. അധിക ആളുകൾക്കും മാനസികമാണ്. അധിക മനുഷ്യന്മാരും പറഞ്ഞ വിഷയ ടെൻഷൻ. മൊബൈൽ നിരന്തരം ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു മാനസിക വിഭ്രാന്തി അല്ലേ? എത്ര കുട്ടികൾ കേട്ടോളൂ. ഹബീബായ റസൂലുള്ളാഹി ഉറക്കെ ചൊല്ലൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അക്തറൽ ഇസ്തിഗ്ഫാറ, ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലിയാൽ ഒഴിവുള്ള സമയത്തൊക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വെറുതെ അങ്ങനെ തോണ്ടിക്കളിക്കണേ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ അധിക സമയം പോകുമ്പോഴും വരുമ്പോഴൊക്കെ 2 ചെക്കന്മാരെ കാണാം. ഓരെപ്പോഴും ഓരോ പണി ഇങ്ങനെ കുത്തിയിട്ടുണ്ടാവും. അത് രാത്രിന്ന് വ്യത്യാസമില്ല, പകലെന്ന് വ്യത്യാസമില്ല, എല്ലാ സമയം ഇതൊരു കല്ലുമ്മ കുത്തിരുന്ന പോലെ പണി. എന്താ വെച്ചാൽ ഇതിങ്ങനെ തോണ്ടിയിട്ട് തീർക്കാൻ, സമയം തീർക്കാൻ. ഒരാൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ ടെൻഷനും അല്ലാഹു മാറ്റി കൊടുക്കും. വമിൻ കുല്ലി ലീകിൻ മഖറജാ, ഇസ്തിഗ്ഫാർ ചൊല്ലിയ എല്ലാ ടെൻഷനും അല്ലാഹു മാറ്റി കൊടുക്കുന്നു.
നിങ്ങൾക്ക് തോന്നും ഉസ്താദേ ഈ ഓൺലൈൻ കാലമായിട്ട് എൻ്റെ കുട്ടിക്ക് മൊബൈൽ അഡിക്ഷനായിട്ടൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിപ്പോൾ ഞാൻ ഏതെങ്കിലും കൗൺസിലിങ്ങിൻ്റെ ആളെ കാണിക്കാതെ സുഖാവോ? നിങ്ങളിപ്പോൾ എന്തായി പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞേ ഇസ്തിഗ്ഫാർ ഇല്ല സുഖാവൂന്ന്. ഞാൻ പറയില്ല. ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി. ഞങ്ങളോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ആളുകൾ മയക്കുമരുന്നിന് അഡിക്റ്റായിട്ട് തിരിച്ചു വന്ന അനുഭവങ്ങളുണ്ടോ നിങ്ങളുടെ അടുത്ത്? കൗൺസിലിങ്ങിന് വിധേയനാക്കാതെ അല്ലെങ്കിൽ ചികിത്സിക്കാതെ എന്നാ സ്വമേധയാ ഒരു കുട്ടി നന്നായി ശ്രദ്ധിക്കണം. ഇസ്തിഗ്ഫാർ ഉമ്മമാർ ചൊല്ലിയാൽ, ഉപ്പമാർ ചൊല്ലിയാൽ, ഏത് ടെൻഷനുള്ള ആളും ആ ടെൻഷൻ മുൻനിർത്തി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ. അല്ലാഹു തആല ആ ടെൻഷനിൽ നിന്ന് അയാൾക്ക് മോചനം നൽകുന്നതാണ്. ഈ വാപ്പിം എപ്പോഴും ഇസ്തിഗ്ഫാർ നിലനിർത്തുന്ന ആളുകളാണ്. മോൻ തന്നെ വാപ്പയോട് വന്നിട്ട് പറയാൻ, ഞാൻ എങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് മാസങ്ങളായി, എന്നെ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഒരു സ്വന്തം മോൻ വന്ന് പറഞ്ഞത് ആ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പറയാണ്, 1,00,000 കേസ് മാത്രമേ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ. സ്വന്തം ഇതിന് അഡിക്റ്റായ ആൾ വന്നിട്ട്, അഡിക്ഷനായി പോയ ആൾ വന്നിട്ട് എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരാൾ പറയണമെങ്കിൽ ഒരാൾക്കത് കഴിയില്ല. എന്തോ നിങ്ങൾ ചെയ്ത സുഹൃതമാണ്. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ദീഖിൻ മഖ്റജാ. അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. അവരാഗ്രഹിക്കാത്ത വഴിയിലൂടെ അവരുടെ ഉപജീവനം അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിലോ അവരുടെ എന്ത് ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റിക്കൊടുക്കും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ. ഹബീബായ റസൂലുള്ളാഹി എല്ലാവരും പതിവാക്കി. നാട് നന്നാവട്ടെ, ഹൃദയം ശുദ്ധിയാവട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമ്മളൊക്കെ കരുതി എല്ലാ ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂം ആക്കിയ മക്കൾ നന്നാവുന്നല്ലേ? അല്ല, ഈ നന്മകളൊക്കെ നമ്മൾ ചെയ്യണം. ഈ നന്മകൾ ചെയ്യണം നമ്മൾ, എന്നാലേ മക്കൾ നന്നാവൂ, നമ്മളും നന്നാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇനിസ്തതഅതും അൻ തുക്സിറു മിനൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഫഫഅലൂ, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. ഫഇന്നഹു ലൈസ ശൈഉൻ അൻജഹു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിൻഹു. ഇസ്തിഗ്ഫാറിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറൊന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹ്. നിങ്ങൾക്കറിയോ, പരിശുദ്ധ ഖുർആൻ ഒരു സംഭവം പറഞ്ഞില്ലേ മക്കക്കാരെ കുറിച്ച്? وإذ قال اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء أو ائتنا بعذاب أليم. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരെ പരിശുദ്ധ ദീനിലേക്ക് പ്രബോധനം ചെയ്തല്ലോ. പ്രബോധനം ചെയ്തപ്പോൾ മക്കക്കാരെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവരവസാനം എന്ത് പറഞ്ഞു? റസൂലുള്ളാഹിനോട് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പുണ്യ നബിയുടെ മുമ്പിൽ വെച്ചവർ ഇങ്ങനെ ദുആ ചെയ്തു, വഖാലു അല്ലാഹുമ്മ അല്ലാഹുവേ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക്, മുഹമ്മദ് ഞങ്ങളോട് ഈ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ഫംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ, ഞങ്ങൾക്ക് നേരെ ആകാശത്തു നിന്ന് കല്ലുകൾ വർഷിപ്പിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ഈ അംഗീകരിക്കാത്ത ഞങ്ങളെ വേദനാജനകമായ ശിക്ഷക്ക് നീ വിധേയമാക്ക്. മക്കക്കാര് പറഞ്ഞതാ. റസൂലുള്ളാഹി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോഴേ ഓല് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല എന്ന് മാത്രമല്ല, ധിക്കാരം കൊണ്ടോല് പറഞ്ഞു, മുഹമ്മദേ നീ പറയുന്നതാണ് സത്യമെങ്കിൽ നിന്റെ റബ്ബ് ഞങ്ങളെ ശിക്ഷിക്കാത്ത? നീ പറ നിന്റെ റബ്ബിനോട് ശിക്ഷിക്കാൻ. ഞങ്ങളുടെ മേൽ ആകാശത്തു നിന്ന് കൽമയെ പെയ്യിപ്പിക്കാൻ പറ. നിന്റെ റബ്ബിനൊക്കെ കഴിയൂലേ? നിന്റെ റബ്ബിനോട് ഞങ്ങളെ മേലെ കല്ലിന്റെ മഴ വർഷിപ്പിക്കാൻ പറ. അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ചെന്നിട്ട് ഞങ്ങളെ മരിപ്പിക്കാൻ പറ. ധിക്കാരപരമായി വെല്ലുവിളിച്ചതാണ്. അതിന് ഖുർആൻ കൊടുത്ത മറുപടി എന്താ പറയുക? നന്നായി ശ്രദ്ധിക്കണേ. ഇസ്തിഗ്ഫാർ ഇല്ലാതെ പോയതാണ് നമുക്ക് ഇന്ന് പോയ ഏറ്റവും വലിയൊരു അബദ്ധം. പഴയ കാലത്തൊക്കെ പള്ളിയിൽ നിന്ന് കണ്ടില്ലെങ്കിൽ മഗ്‌രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം
വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഏതു മഹല്ലിൽ നിന്നും ഇസ്തിഗ്ഫാറുകളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. ഇന്നാ സ്ഥാനത്ത് നമ്മൾ കേൾക്കുന്നത് ടറഫുകളുടെ കീഴിൽ ഗോൾ ഗോൾ. നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ടറഫുകളിൽ നിന്ന് ഗോളടിക്കുന്ന ശബ്ദങ്ങളാണ്, ശബ്ദ കോലാഹലങ്ങളാണ്. എവിടുന്ന് രക്ഷ കിട്ടാനാ? അല്ലാഹുവിന്റെ ഖുർആൻ ഇവര് പറഞ്ഞു എന്തറിയോ? ഞങ്ങളെ ശിക്ഷിക്കാൻ പറ റബ്ബിനോട്. എന്തേ നിന്റെ റബ്ബ് ഞങ്ങളെ ശിക്ഷിക്കാത്തത്? ഖുർആനാണ്. അല്ലാഹു തആല അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. ഹബീബായ നബി അവരോട് പറയണം, അവർ ശിക്ഷ ചോദിച്ചു വാങ്ങിയാലും ഞാൻ അവരെ ശിക്ഷിക്കില്ല. എന്താ കാരണം? വഅൻത ഫീഹിം, നിങ്ങൾ അവരിലുണ്ട്. യാ റസൂലല്ലാഹ്, അങ്ങ് മക്കക്കാരിൽ ഉണ്ടായിരിക്കെ ഞാൻ അവരെ ശിക്ഷിക്കൂല. പിന്നെ പറഞ്ഞതെന്താ? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറാൻ. ഇനി ഹബീബായ നബി അങ്ങ് ഇവിടെ നിന്ന് മദീനയിലേക്ക് പോയാലും ഞാൻ അവരെ ശിക്ഷിക്കൂല. എന്താ കാരണം? വഹും യസ്തഗ്ഫിറാൻ, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. ബഹുദൈവ വിശ്വാസികളാണവർ, പക്ഷെ അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. എന്താണ് ഇസ്തിഗ്ഫാർ? ഇവർ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും, ഗുഫ്രാനക 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 ഗുഫ്രാനക. ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ തവാഫ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ബഹുദൈവ വിശ്വാസികളാണെങ്കിലും ഇസ്തിഗ്ഫാർ ഉള്ളത് കൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കില്ല എന്നവരോട് പറഞ്ഞേക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുകയാണ്. അത്ര വലിയ അമലാണ് ഇസ്തിഗ്ഫാർ. പുണ്യനബി അത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞ മാസം റജബിന്റെ മാസം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കേട്ടോളൂ, ഖാല റസൂലുള്ളാഹി. ഞാൻ എൻ്റെ വകൊന്നും പറയില്ലേ, രേഖയില്ലാതെ തെളിവില്ലാതെ ആലിമീങ്ങൾ കിതാബുകൾ എവിടെയെങ്കിലും ഉദ്ധരിച്ചതല്ലാതെ ഞാൻ ഒന്നും പറയുന്നേ ഇല്ല. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇൻ അറത്തുമുർ റാഹത വഖ്തൽ മൗതി മിനൽ അതശ്. മരിക്കുന്ന സമയം ദാഹമില്ലാതെ മരിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടോ? ഇൻ അറത്തുമുർ റാഹത വഖ്തൽ മൗത്, മരണസമയത്ത് റാഹത്തായി മരിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടോ? ദാഹമില്ലാതെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മരിക്കുന്ന സമയത്ത് ഭയങ്കര ദാഹമായിരിക്കുന്നതാണ്. ഇപ്പം അടുത്തൊരാൾ മരിച്ചതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു, രാത്രിയാണെങ്കിലും മരിക്കണം, ഒറ്റയ്ക്ക് കിടക്കുന്നു, രാവിലെ ആളെ എഴുന്നേൽക്കുന്ന കാണാത്തപ്പോൾ തുറന്നു വീടൊക്കെ ചവിട്ടിപ്പൊളിച്ച് വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് തുറന്നു നോക്കുമ്പോൾ ആൾ മരിച്ചെടുക്കണ കാണും. ഈ മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത് വലിയൊരു പാത്രത്തിൽ വെള്ളമുണ്ട് അവിടെ. അപ്പം അയാൾക്ക് മരണവെപ്പളാവിടെ വന്നപ്പോൾ അയാൾ തന്നെ സ്വന്തം പോയി പാത്രത്തിൽ വെള്ളം എടുത്ത് കൊടുത്തിട്ട് കുറേ കുടിച്ച് പിന്നെ കുടിക്കാൻ കഴിയില്ല, ദാഹം ബാക്കിയാണ്, അങ്ങനെ വെച്ച് മരിച്ചു പോയത്. ദാഹം തീർന്നുകൊണ്ട് മരിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടോ? നമുക്ക് വരാനുള്ളതാണ് വൽ ഖുറൂജ് മഅൽ ഈമാൻ. ഈമാനോടുകൂടെ മരിക്കണമെന്ന് താല്പര്യമുണ്ടോ? വന്നജാത മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്ന് മരണസമയത്ത് രക്ഷപ്പെടണമെന്ന് താല്പര്യമുണ്ടോ? മരിക്കാൻ പോണ സമയത്ത് ശൈത്താൻ വന്ന് പേപ്പിക്കും. അവസാനത്തെ സമയം എലക്ഷൻ്റെ തലേന്നത്തെ മൈരിയാണ്. എലക്ഷൻ്റെ തലേ ദിവസമല്ലേ ഒരു പരിപാടി, എന്താണ് ഇലക്ഷൻ്റെ തലേ ദിവസം വോട്ട് പിടുത്തതിന് മുമ്പ് പിടിക്കലുണ്ട്. പക്ഷെ തലേ ദിവസമല്ല ഒരു പിടുത്തുണ്ട്. അങ്ങോട്ട് കിട്ടൂലെന്ന് തോന്നുന്ന പോലൊക്കെ ഒന്ന് പോയിട്ട് അവസാനത്തെ ഒരു ശ്രമം, അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ശ്രമമുണ്ട്. ബൂത്തിലേക്ക് പോണ വഴിയിൽ നിന്നിട്ട് പിന്നെ കുഞ്ഞാമതേ നമ്മളെ മറക്കരുതേ എന്നൊരു ചിരി, ഒരു പ്രത്യേക ചിരി. അതുവരെ ചിരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അതേപോലെ ഉണ്ട് ശൈത്താനൊരു പണി. പിശാച് അവസാനത്തെ സെക്കൻഡിൽ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. അല്ലേ മജ്ലിസിനോട് ചെല്ലുമ്പോൾ ചെല്ലില്ല ഞങ്ങള് അല്ലേ? ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബന. സത്യാണ്. അപ്പോഴാണ് പിശാചിന്റെ വല്ലാത്ത പ്രയാസം ഉണ്ടാവുക. പല ആളുകളും ബേജാറായി പോകുന്ന സമയമാണത്. ആ സമയം ഒരാൾക്ക് പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ മരിക്കണമെന്ന ആഗ്രഹമുണ്ടോ? ആരാ ചോദിക്കണം അറിയോ?
ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ഫഹ്തരിമു ഹാദിഹി ശുഹൂറ കുല്ലഹാ ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം അതേപോലെ റജബ് അല്ലാഹു തആല പ്രത്യേകമായി ആദരിച്ച ഈ മാസങ്ങളെ നിങ്ങളും ആദരിച്ചോളൂ. എങ്ങനെ? ബികതറത്തിസ് സിയാം. ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് എത്ര നോമ്പ് നോൽക്കാൻ കഴിയുമോ അത്രയും നോമ്പ് നോറ്റാളോ. ഒന്ന് ബികതറത്തിസ് സിയാം. റജബ് മാസത്തെ ആദരിക്കേണ്ടത് മറ്റൊരു രൂപം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. എത്ര നോമ്പ് നോൽക്കാനും കഴിയുമോ അത്രയും നോമ്പ് നോറ്റോളോ. വന്നദമു അലാ മാ സലഫ മിനൽ ആസാം. ചെയ്തു പോയ കുറ്റങ്ങൾ ഓർത്തിട്ട് ധാരാളം കരഞ്ഞോളോ. മാത്രമല്ല വദ്കുറൂ ഖാലിഖൽ അനാം. ധാരാളം ദിക്റുകളും ചൊല്ലിക്കോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്നാൽ നിങ്ങൾക്ക് നന്നായി മരിക്കാൻ മാത്രമല്ല തദ്ഖുലൂ ജന്നത റബ്ബികും ബിസലാം. നിങ്ങൾക്ക് സമാധാനത്തോടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യാം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു തആല അങ്ങനെ സ്വാഗതം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ കഴിയും. ചെയ്യേണ്ടതെന്താ? റജബ് മാസത്തെ നമ്മൾ ആദരിക്കുകയാണ്. എങ്ങനെ? ബികസറത്തിസ് സിയാം. എത്ര നിങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾ നോമ്പ് നോറ്റോളോ. ധാരാളം നോമ്പ് നോറ്റുകൊണ്ട് നിങ്ങൾ റജബിനെ ധന്യമാക്കണം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ അന്നഹു ഖാല. മഹാനവർകൾ പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറയാൻ 10 കൊല്ലം റസൂലുള്ളാഹിക്ക് സേവനം ചെയ്ത സ്വഹാബിയാണ്. മഹാനവർകൾ പറയുന്നു അന്നഹു ഖാല ലഖീതു മുആദ് ഇബ്നു ജബൽ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം ഞാൻ കണ്ടുമുട്ടി. ഫഖുൽതു ലഹു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, മിൻ ഐന ജിത, നിങ്ങൾ എവിടെന്നാ വരുന്നത്? അനസ് റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ വരുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത് ചോദിച്ചു. ഖാല, അപ്പോൾ പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു, ജിഅ്തു മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് വരികയാണ്. ഫഖുൽതു, അനസ് റളിയല്ലാഹു അൻഹു പറയപ്പോൾ ഞാൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ സമയത മിൻഹു, റസൂലുള്ള പുതിയ വല്ല വിവരവും പറഞ്ഞു തന്നോ? സ്വഹാബികളുടെ താല്പര്യമാണ്. പഴയ കാലത്തൊക്കെ വയൽ കഴിഞ്ഞ് വന്നാൽ ചോദിക്കുമെന്നു, എന്തൊക്കെ കാര്യം ഉസ്താദെന്ന് ഇന്ന് വയലിൽ പറഞ്ഞേന്ന്. ഇപ്പം ആൾക്കാർ ചോദിക്കാൻ എന്താ അറിയോ, ഉസ്താദ് വല്ല വിറ്റും പറഞ്ഞു തോന്നാ. കാലത്തിൻ്റെ വ്യത്യാസമാണ്. എനിക്കറിയാം, ഞാൻ മട്ടന്നൊരു 10-20 കൊല്ലമായല്ലോ. എല്ലാ റമദാനും 10-30 ദിവസം വയലുണ്ടാവും അവിടെ പള്ളിയിൽ. അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറയും, ഇന്നലത്തെ അതൊരു വിറ്റൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നമ്മളോട് ഇന്നലെ നമ്മളെ സുഹൃത്ത് ചെന്നപാട് തന്നെ ചോദിച്ചത്, മെഞ്ഞാന്നത്തെ വിറ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു, ഇന്നലെ വിറ്റെന്തെങ്കിലും പറഞ്ഞു എന്നാണ് ചോദിച്ചത്. മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ സമയത മിൻ, ഹബീബായ റസൂലുള്ള പുതിയ വല്ല വിവരവും നിങ്ങൾക്ക് വല്ല അറിവും പകർന്നു തന്നോ? ഖാല, അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ ഞാൻ പറഞ്ഞു, അതേ സമയത്തോ ഞാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. റസൂലുള്ളാഹിന്റെ സദസ്സെന്ന് എന്താ പറഞ്ഞത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മുഖ്ലിസൻ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വളരെ ആത്മാർത്ഥതയോടെ അയാൾ പറഞ്ഞാൽ അയാൾ സ്വർഗ്ഗത്തിൽ കടക്കും. വമൻ സാമ യൗമൻ മിൻ റജബ്, റജബ് മാസത്തിലെ ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ, റജബ് എന്ന മാസത്തിലെ ഒരു ദിവസം ഒരാൾ റജബിനെ ആദരിച്ചുകൊണ്ട് നോമ്പ് നോറ്റു, യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടെന്നാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. ثم دخلت, പിന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇത് മുആദിനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചെന്നു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. ഫഖുൽതു, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, അന്ന മുആദൻ അഖ്ബറനി ബികദാ ബികദാ,
അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മുആദ് എന്നോട് പറഞ്ഞല്ല നബിയേ. റജബ് മാസം ഒരാൾ ഒരു നോമ്പെങ്കിലും നോറ്റാൽ ആ നോമ്പ് കാരണം അല്ലാഹു അയാളെ സ്വർഗത്തിൽ കടത്തുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്ന് മുആദ് എന്നോട് പറഞ്ഞല്ല നബിയേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖ മുആദ്. അനസേ മുആദ് പറഞ്ഞത് സത്യമാണ് അനസേ. അപ്പൊ റജബ് മാസം ആ മാസത്തോടുള്ള ആദരവും ബഹുമാനവും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പ് വറ്റാൽ അള്ളാഹു തആല സ്വർഗം കൊടുക്കുന്നു. ഒറ്റ ദിവസത്തെ നോമ്പിന്റെ പ്രാധാന്യമാണത്. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുകയാണ്. ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാൻ എന്ന തങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു ഫിൽ ജന്നത്തി നഹറുൻ, സ്വർഗ്ഗത്തിലൊരു പുഴയുണ്ട്. ഫിൽ ജന്നത്തി നഹറുൻ, സ്വർഗ്ഗത്തിലൊരു പുഴയുണ്ട്. യുഖാലു ലഹു റജബ്, ആ പുഴയുടെ പേര് തന്നെ റജബ് എന്നാണ്. റജബ്, സ്വർഗ്ഗത്തിലൊരു പേരുണ്ട്, പുഴയുണ്ട്, പുഴയുടെ പേര് തന്നെ റജബ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ സാമ മിൻ ശഹരിൻ ഹറാം, പരിശുദ്ധമായ യുദ്ധം ഹറാമായ 4 മാസങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം ഒരാൾ നോമ്പ് നോറ്റു, അൽ ഖമീസ വ്യാഴാഴ്ച, വൽ ജുമഅ വെള്ളിയാഴ്ചയും, അതേപോലെ വസ്സബ്ത ശനിയാഴ്ചയും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഒരാൾ നോമ്പ് നോറ്റാൽ കതബല്ലാഹു ലഹു ഇബാദത സനതൈൻ, അല്ലാഹു തആല അയാൾക്ക് 2 കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. ഉറക്കെ സ്വലാത്തു ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാനിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ പറഞ്ഞു മൻ സാമ യൗമൻ മിൻ റജബ്, റജബിലെ ഒരു ദിവസമെങ്കിലും ഒരാൾ നോമ്പ് നോറ്റാൽ കാന കസിയാമി സന, ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലം അല്ലാഹു തരും. റജബിലെ ഒരു ദിവസത്തെ നോമ്പിന്റെ കൂലി ഒരു വർഷത്തെ നോമ്പിന്റെ കൂലിയാണ്. വമൻ സാമ സബഅത അയ്യാം, ഒരാൾ റജബിൽ 7 ദിവസം നോമ്പ് നോറ്റാൽ ജഹന്നം, നരകത്തിന്റെ 7 കവാടങ്ങളും അയാളുടെ മുമ്പിലായ അല്ലാഹു തആല കൊട്ടിയടക്കുന്നതാണ്. വമൻ സാമ സമാനിയത അയ്യാം, ഒരാൾ റജബിൽ 8 ദിവസം നോമ്പ് നോറ്റാൽ ഫുതിഹത ലഹു സമാനിയതു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അയാളുടെ മുമ്പിൽ അല്ലാഹു തുറന്നു വെക്കുന്നതാണ്. വമൻ സാമ അശറത അയ്യാം, കേട്ടോളട്ടോ, റജബിൽ ഒരാൾ 10 ദിവസം നോമ്പ് നോറ്റാൽ, വമൻ സാമ അശറത അയ്യാം, റജബിൽ 10 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ ലം യസ്അലില്ലാഹ അസ്സ വജല്ല ശൈഅൻ ഇല്ലാ അഅതാ, ആ 10 ദിവസം നോമ്പ് വെച്ചിട്ട് എന്ത് കാര്യം റബ്ബിനോട് അയാൾ ദുആ ചെയ്താലും അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. വയറിൽ ക്യാൻസർ ഉള്ള ആളാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങളുള്ള ആളാണ്, മക്കളിൽ പരീക്ഷണങ്ങളുള്ള ആളാണ്, റജബിലെ 10 ദിവസം നോമ്പ് വെച്ചിട്ട് പടച്ച റബ്ബിനോട് 10 ദിവസം പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് 10ാമത്തെ ദിവസത്തെ നോമ്പ് നൂറ്റുണ്ടെന്ന് ദ്വാരനാൽ ലം യസ്അലില്ലാഹ ശൈഅൻ, അല്ലാഹുവിനോട് എന്തയാൾ ചോദിച്ചാലും ഇല്ലാ അഅതാ, അല്ലാഹു തആല അയാൾക്ക് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആക്ക് ഉത്തരം കിട്ടുന്ന രീതി എങ്ങനെയെന്ന് നാളെ ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വമൻ സാമ 15 യൗമാ, 15 ദിവസം ഒരാൾ റജബിൽ നോമ്പ് നോറ്റാൽ നാദാ മുനാദിൻ മിനസ്സമാ, ആകാശത്തു നിന്നൊരാൾ ഇങ്ങനെ വിളിച്ചു പറയും ഖദ് ഗഫർതു ലക് മാ സലഫ്, കഴിഞ്ഞു പോയ എല്ലാ ദോഷവും ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. അടുത്ത കൊല്ലം കിട്ടണമെന്നില്ല. അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? മാരെ, അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ ഇന്ന് റജബിനെ കുറിച്ച് പറയാൻ കാരണം
പുണ്യ നബി പറഞ്ഞു അഫ്ളലുൽ ഇൽമി ഉൽമുൽ ഹാൽ. സാന്ദർഭികമായി ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലാണ് ഏറ്റവും നല്ല ഇൽമെന്ന്, ഏറ്റവും പ്രാധാന്യമേറിയ ഇൽമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ സമയങ്ങളെ ധന്യമാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ മുന്നോട്ട് വന്നോളോ. ഒരാൾ 15 ദിവസം നോമ്പ് നോറ്റാൽ 15ാമത്തെ നോമ്പങ്ങ് പൂർത്തിയാക്കുന്നതോടുകൂടെ ആകാശത്തു നിന്നൊരാൾ വിളിച്ചു പറയുന്നുണ്ടെങ്ങനെ, ഖദ് ഗഫർതു ലക മാ സലഫ്, നീ മുമ്പ് ചെയ്തു പോയ എല്ലാ ദോഷവും ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. ഫസ്തഇനി ഫിൽ അമല, അതുകൊണ്ട് ഇനി സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്നോളൂ എന്ന് വിളിച്ചു പറയും. ഖദ് ബുദ്ദിലത് സയ്യാതുകും ഹസനാത്ത്, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ മുഴുവൻ ഈ നോമ്പ് കാരണം അല്ലാഹു നന്മകളാക്കി മാറ്റി എഴുതി തന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുമത്രേ ആകാശത്ത് വെച്ച്. വമൻ സാദ സാദഹുല്ലാഹ്, ഇനി 15-നേക്കാളും മേലെ ഒരാൾ നോറ്റാൽ അല്ലാഹു തആല പ്രതിഫലം വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. ആ വെള്ളപ്പൊക്കം ഉണ്ടായത് ആളുകളെ കപ്പലിൽ കയറ്റിയതെന്നറിയോ? റജബ് 1. ഈ കഴിഞ്ഞ പകലില്ലേ, ഇന്ന് കഴിഞ്ഞ പകല്, ഇതേപോലെ പകല് വെള്ളമാണ് കൂടി വന്നു. ആളുകൾ മുഴുവൻ കപ്പലിൽ, വിശ്വസിച്ചോലൊക്കെ കപ്പലിൽ കയറ്റിയത് റജബ് 1.